മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ പ്രതിനിധി സമ്മേളനം ഒക്ടോബർ 13, 14 തീയതികളിൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നടക്കുമെന്ന് യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ടി.പി. അഷ്റഫ് അറിയിച്ചു. രാജ്യത്തെ 18 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഷാൻ എ മില്ലത്തിൽ പങ്കെടുക്കുക. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ച് മുസ്ലിം യൂത്ത് ലീഗിന് ഇന്ത്യയിലെ തന്നെ പ്രധാന യുവജന സംഘടനകളിൽ ഒന്നായി മാറ്റുന്നതിനു വേണ്ട ചർച്ചകൾക്കും ആസൂത്രണങ്ങൾക്കും ഷാൻ എ മില്ലത്ത് കോൺഫറൻസ് വേദിയാകും. മുസ്ലിം ലീഗ് ദേശീയ നേതാക്കളെ കൂടാതെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ ശ്രദ്ധേയ വ്യക്തികൾ 2 ദിവസമായി നടക്കുന്ന സെഷനുകളിൽ പങ്കെടുക്കും. ഉത്തരേന്ത്യൻ യുവത്വത്തോട് മുസ്ലിം ലീഗിന്റെ ആശയ പരിസരത്ത് നിന്ന് അടിമുടി രാഷ്ട്രീയം സംസാരിക്കാൻ ശേഷിയുള്ള നേതൃത്വത്തെ വാർത്തെടുക്കാനുള്ള കർമ്മ പദ്ധതികൾ സമ്മേളനം രൂപം നൽകും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവിടുത്തെ മനുഷ്യരുടെ അവകാശം നിർവഹിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അതിനെതിരെ അപ്പീൽ പോകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് നമ്മളവിടെ കാണുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP സർക്കാരും പരസ്പരം ധാരണയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ബഹുമാനപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോകത്തെ ജനങ്ങൾക്ക് മുന്നിൽ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ ഉടുതുണിയില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു നിന്നു പോകുന്ന ഒരു കാഴ്ചയാണ് BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ നമ്മൾ കാണുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ പിന്നാക്ക, ന്യൂനപക്ഷ, ദളിത് ജനവിഭാഗത്തെ പൂർണ്ണമായും അപരവൽക്കരിച്ച് തെരഞ്ഞെടുപ്പിനെ പോലും ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു ഏകാധിപത്യ ഫാസിസ്റ്റ് രാജ്യത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിന്റെ ആദ്യത്തെ ഇരകളായ ഈ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ രാഷ്ട്രീയത്തെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് മുസ്ലിം യൂത്ത് ലീഗ് രാജ്യത്താകമാനമുള്ള അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ചുകൊണ്ടുള്ള ഷാൻ എ മില്ലത്ത് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം മുസ്ലിം യൂത്ത് ലീഗിന്റെ വളർച്ചയിലെ നിർണായക നാഴികക്കല്ലായി മാറുമെന്നും ടി.പി. അഷ്റഫ് അലി പറഞ്ഞു. ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, സെക്രട്ടറി C.K. ഷാക്കീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം.